കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള റോഡരികിൽ ദേശീയപാതയ്ക്കരികിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയും. ഇടതുമുന്നണിയും വലതുമുന്നണിയും മാറി മാറി ഫ്ലക്സ് ബോർഡുകൾ വെക്കാൻ മത്സരിക്കുകയാണ്. എന്നാൽ അതിനിടയിൽ കാണുന്ന ചില ബോർഡുകളുണ്ട്. സർക്കാരിന്റെ പരസ്യങ്ങൾ, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന് ഉപയോഗിച്ച സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ വിവരിച്ചുകൊണ്ട് ഇരുഭാഗത്തും റോഡിന്റെ ദേശീയപാതയുടെ ഇരുവശത്തും വലിയ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്നല്ലേ? സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് 2 വോട്ട് നേടുക എന്ന് തന്നെയാണ് ഈ പരസ്യത്തിന്റെ ലക്ഷ്യം. വലിയ പബ്ലിസിറ്റി സ്റ്റണ്ടിലൂടെ ഇത്തവണയും അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇടതുമുന്നണി ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. എല്ലാ ഫ്ലക്സ് ബോർഡുകളിലും മുഖ്യമന്ത്രിയുടെ വലിയ ചിത്രമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. തന്റെ ഫുൾ ഫിഗർ, തന്റെ തല എന്ന ലൈനിൽ തന്നെയാണ് ഫ്ലക്സ് ബോർഡുകൾ മുന്നോട്ട് പോകുന്നതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ബോർഡുകൾ ഉള്ളത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകും, പിണറായി വിജയൻ സർക്കാർ മാത്രമാണോ PRDയെ ഉപയോഗിച്ച് ഇത്തരത്തിൽ PR വർക്ക് നടത്തിയതെന്ന്? അല്ല, മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം PRD പരസ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് അവരുടെ പ്രചരണത്തിന് വേണ്ടി എന്നൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കേരളം കടക്കണിയിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മുണ്ട് മുറുക്കിയെടുക്കാൻ കേരളത്തിലെ ജനങ്ങളോട് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞ പശ്ചാത്തലത്തിൽ കോടികൾ മുടക്കിയുള്ള ഈ ഫ്ലക്സ് പ്രചരണം, അല്ലെങ്കിൽ ഈ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ പ്രചരണം ആരെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്? സംസ്ഥാന സർക്കാരിന് 2 വോട്ട് ഇതിലൂടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം പഴയ പോലെയല്ല. വാർത്തകൾ വിരൽത്തുമ്പിലെത്തുന്ന കാലഘട്ടത്തിൽ ഇത്തരം 4ാം കിട നമ്പറുകളൊന്നും പഴയ പോലെ കേരളത്തിൽ ചെലവാകില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയും വിവരവും വിനയവും വിവേകവുമുള്ള ആളുകളാണ്. അത്തരം ആളുകൾക്ക് വളരെ കൃത്യമായി ഇക്കാര്യങ്ങൾ വിലയിരുത്താൻ സാധിക്കും. എന്തായാലും PRD സ്റ്റണ്ട്, PR വർക്കും ആർക്ക് വേണ്ടിയാണ്? എന്താണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്? വിശദമായി പരിശോധിക്കാം. സൗവർണിക PS ആണ് കൂടിയുള്ളത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, ഒന്നുകൂടി പറഞ്ഞാൽ തലപ്പാടി മുതൽ കളിയിക്കാവിള വരെ ഈ ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് ദേശീയപാതയുടെ ഓരത്തെല്ലാം കാണാൻ കഴിയും. ഈ ഫ്ലക്സ് ബോർഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബഹുവർണ്ണ ചിത്രമാണുള്ളത്. അതുമാത്രമല്ല, ഓരോ വകുപ്പ് മന്ത്രിമാരുടെ ചിത്രം, ചെറുതായി ആ ചിത്രങ്ങളുമുണ്ട്. അവിടെ അവരുടെ ക്യാപ്ഷൻ ഒന്നിച്ചു മുന്നേറാം നവകേരളത്തിനായി എന്ന ക്യാപ്ഷനാണ് ഉപയോഗപ്പെടുത്തുന്നത്. നവകേരളത്തിന് ഒന്നിച്ചു മുന്നേറണമെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നവകേരളം കെട്ടിപ്പടുക്കാൻ അത് കോൺഗ്രസ് ശ്രമിച്ചാലോ CPM ശ്രമിച്ചാലോ ആര് ശ്രമിച്ചാലും അവരോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമാണ് മറന്ന് അണിനിരക്കണമെന്ന അഭിപ്രായമുള്ളവനാണ് ഞാൻ. കാരണം കേരളം എല്ലാ രംഗത്തും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുയരുന്ന ഒരു സംസ്ഥാനമാണ്. അത് ഒരു ഗവൺമെന്റിന്റെ മാത്രം അവകാശവാദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതികൾ കൊണ്ടോ അല്ല. 957 മുതൽ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ പദ്ധതികൾ തന്നെയാണ് കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് എല്ലാം മുകളിൽ 1ാം സ്ഥാനത്തെത്തി. ആരോഗ്യ മേഖലയായാലും പൊതുഗതാഗത മേഖലയായാലും എല്ലാം കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന മാറി മാറി വരുന്ന സർക്കാരുകളുടെ സംഭാവന കൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ നിന്നും ഒരു തർക്കവുമില്ല. അവിടെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ബഹുവർണ്ണ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് വോട്ട് തട്ടാനുള്ള ശ്രമം സർക്കാർ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഈ കേരളം കടക്കണിയിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലും അതൊന്നും വകവെക്കാതെ ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ച് സംസ്ഥാന സർക്കാർ വോട്ട് തട്ടാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം CPMന്റെ സമനില തെറ്റിച്ചിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നും ഒരു മുക്തി നേടാൻ ആണ് ഇത്തരമൊരു തന്ത്രം ആവിഷ്കരിച്ചിരിക്കുക. പക്ഷേ ഈ തന്ത്രത്തിലൂടെ CPMന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുമോ? നമുക്കറിയാം, പഴയതുപോലെയല്ല. എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയുന്നുണ്ട്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ടെക്നോളജി വളർന്നതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് എല്ലാവരും അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം PR ഗിമ്മിക്കുകൾ എല്ലായ്പ്പോഴും, അല്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് ഇത്തരം PR ഗിമ്മിക്കുകൾ വിജയിക്കണമെന്നില്ല. കേരളം കടക്കണിയിലാണ്. കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ട, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടതൊന്നും ചെയ്യാനുള്ള തുക മാറ്റിവെക്കാൻ കഴിയാത്ത അത്രത്തോളം കടക്കണിയിലാണ് നമ്മൾ കേരളം, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ എന്ന് പറയേണ്ടി വരും. PM ശ്രീയിൽ ഒപ്പിടുമ്പോൾ പോലും, അല്ലെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനത്തെ പോലും വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞത് എന്താണ്? കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ട് നമുക്ക് വേണം. നമ്മൾ അത്രത്തോളം കടക്കണിയിലാണ്, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണ്, അതിനെ തരണം ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോഴാണ് മറുവശത്ത് ഈ പറയുന്ന PR വർക്കിന് വേണ്ടി വലിയൊരു തുക സർക്കാർ മാറ്റിവെക്കുന്നത്. നമുക്കറിയാം, ചേട്ടൻ പറഞ്ഞ പോലെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും PR നടത്താറുണ്ട്. അത് ഈ പറയുന്ന പോലെ നമ്മുടെ നികുതി പണം എടുത്ത് തന്നെയാണ് നടത്താറുള്ളത്. അതിലൊന്നും തർക്കമില്ല. PR നടത്തണ്ട എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്ന ഒരവസ്ഥ, നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില, അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കണമായിരുന്നു നമ്മൾ ഈ പറയുന്ന പോലെ PR വർക്കുകൾ നടത്താൻ.
പിന്നെ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഫ്ലെക്സ് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബോർഡുകൾ വെക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങളുണ്ട്. അത് ഇവർക്ക് വോട്ട് കിട്ടില്ല, ഉള്ള വോട്ട് കൂടി പോകുമെന്നാണ്. 64 ലക്ഷമാണെന്ന് തോന്നുന്നു അത്രയും പേർക്ക് മുടങ്ങാതെ പെൻഷൻ കൊടുത്തു. ഈ സർക്കാർ മുടങ്ങാതെയാണോ പെൻഷൻ കൊടുത്തതെന്നൊരു ചോദ്യമുണ്ട്. സ്ത്രീ സുരക്ഷ, സ്ത്രീകൾക്കൊപ്പമാണ് എപ്പോഴും സർക്കാർ. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇരകൾക്കൊപ്പം ഈ സർക്കാർ നിന്നതെന്നും ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇരകൾ പരാതിയുമായി ചെന്നപ്പോൾ തീവ്രത അളന്നതെന്നൊക്കെ കേരളത്തിനറിയാം. അത്തരത്തിലുള്ള PR വർക്കുകൾക്ക് വേണ്ടിയാണ് ഇപ്പൊ വലിയൊരു തുക നമ്മുടെ നികുതി പണത്തിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പൈസയിൽ നിന്ന് എടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത് ഒരിക്കലും കേരളത്തിന് അല്ലെങ്കിൽ ഇത് CPM ഗുണം ചെയ്യില്ല. കാര്യം എല്ലാം പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല, ആരെയും പറ്റിക്കാൻ അല്ലെങ്കിൽ എളുപ്പം സാധാരണക്കാരെ പറ്റിക്കാൻ കഴിയില്ല. നാട് മുടിഞ്ഞാലും PR പൊളിക്കണം. മുഖ്യമന്ത്രിയുടെ വിഷൻ 2031 3.30 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് കുടിശ്ശിക ഇടുന്ന സർക്കാർ. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം കിടന്നപ്പോൾ അവർക്ക് പൈസ വർദ്ധിപ്പിക്കാൻ കഴിയാതിരുന്ന സർക്കാർ. അല്ലെങ്കിൽ ഈ ആരോഗ്യ രംഗത്ത് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് ഉപകരണങ്ങൾ വാങ്ങാൻ പൈസ ഇല്ലാത്ത സർക്കാർ. വിദ്യാഭ്യാസ മേഖലയിൽ ശരിയായ ഉച്ചഭക്ഷണത്തിന് മെനു മാറ്റുമ്പോൾ പോലും അതിന് കൊടുക്കാൻ പ്രഥമാധ്യാപിക അതിന് പൈസ കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ അതിന് കൊടുക്കാൻ പൈസ ഇല്ലാത്ത സർക്കാരാണ് PR വർക്കിന് വേണ്ടി ഇത്രയും വലിയ തുക മാറ്റിവെക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ PR വർക്കിന് ഉപയോഗിച്ച പൈസ സാധാരണക്കാർക്ക് കൊടുത്തെങ്കിൽ അത് ചിലപ്പോൾ വോട്ടായി മാറിയേനെ. അല്ലാതെ ഇത്തരം PR ഗിമ്മിക്കുകൾ കാണിച്ച് കേരളത്തിലെ പൊതുജനങ്ങളെ ഇനിയും വിഡ്ഢികളാക്കാമെന്ന് ഈ സർക്കാർ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ ദൂർത്ത് കേരളത്തിലെ പൊതുജനത്തിന് മനസ്സിലാകുന്നുണ്ട്. ഇത്തരം PR ഗിമ്മിക്കുകളുമായി മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും സർക്കാരിന് നല്ലത്. തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ PR വർക്കിലൂടെ 4 വോട്ട് കിട്ടുമോ എന്ന് തന്നെയാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് PRD വലിയ തരത്തിൽ ഇത്തരത്തിൽ പരസ്യവുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വിധേനയും ഭരണം നിലനിർത്തുക, CPM സംബന്ധിച്ചിടത്തോളം ഭരണം നിലനിർത്തുക എന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ പണം ഇറക്കി രംഗം കൊഴുപ്പിക്കാൻ, തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഏത് വിധേനയും അധികാരം നിലനിർത്തുക, അതിൽ കവിഞ്ഞൊന്നും CPM ചിന്തിക്കുന്ന പോലുമില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ PRD പരസ്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്റെ അകത്ത് എത്രത്തോളം സ്ഥാനം പിടിക്കുമെന്നാണ് CPM ഉറ്റുനോക്കുന്നത്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളാണ് കളിയിക്കാവിള മുതൽ തലപ്പാടി വരെ ഇങ്ങനെ ഫ്ലക്സ് ബോർഡുകളായി സ്ഥാപിച്ചിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തും. ജനങ്ങൾ വിലയിരുത്തി സർക്കാരിന്റെ ഫ്ലക്സ് ബോർഡുകളിലെ വാചകങ്ങളെല്ലാം ശരിയാണോ എന്ന് അവർ വിലയിരുത്തട്ടെ. അവർ വിലയിരുത്തി അവർ വോട്ട് ചെയ്യട്ടെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ശേഷം നമുക്ക് സർക്കാർ ആയിരുന്നു ശരി അല്ല പ്രതിപക്ഷമായിരുന്നു ശരി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.